അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇന്ന് പരാമർശിക്കുന്നത്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് അറിയില്ല. ഒരു വാർത്ത ഞാനിവിടെ വായിക്കാം. DC ബുക്സ് പ്രസിദ്ധീകരിച്ച സോഷ്യലിസ്റ്റായ മുഹമ്മദ് നബി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ മലപ്പുറത്തെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് പ്രകാശനം ചെയ്തു. പ്രഗത്ഭ പണ്ഡിതൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. ഫാദർ റവറന്റ് അനീഷ് വിനോദ് പുസ്തക പരിചയം നടത്തി. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി TK ഹംസ ആശംസകൾ നേർന്നു. സ്വാഗത സംഘം കമ്മിറ്റി ജനറൽ കൺവീനർ KP അനിൽ സ്വാഗതവും പിന്നെ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളുടെ പേരുമൊക്കെയാണ് ഇതിലുള്ളത്. ഇത് വളരെ പ്രധാനമായ ഒരു കാൽവെപ്പാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാരുമായി മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ സഹകരിക്കുന്നതിൻ്റെ താത്വികമായ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയിലേക്കും അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തിലേക്കും അതിൻ്റെ സമകാലികമായ ആവശ്യകതയിലേക്കും എല്ലാം ഒരേ സമയം നമ്മുടെ ചിന്തയെ ക്ഷണിക്കുന്ന ഒരു പുസ്തകവും ഒരു പുസ്തക പ്രകാശന ചടങ്ങും ആണത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കമ്മ്യൂണിസവുമായിട്ടുള്ള മുസ്ലിങ്ങളുടെ സഹകരണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് കേരള രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയമോ നമ്മൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും വൈകാരികതയുടെ പേരിൽ, പ്രകോപനത്തിന്റെ പേരിൽ പാടെ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. എപ്പോഴെല്ലാം മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം ഭരണം പങ്കിട്ടിട്ടുണ്ടോ അന്നെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ലത്, കമ്മ്യൂണിസം ഹലാല്. മുസ്ലിം ലീഗ് CPMുമായി എപ്പോഴെല്ലാം ബന്ധം വേർപ്പെടുത്തിയോ അപ്പോഴെല്ലാം കമ്മ്യൂണിസം ഹറാമും കർലാവിയുടെ ഫത്വ ബാധകമാവുന്നതുമായ ഒരു യുഗം എന്നുള്ള സമീപനം ശരിയായിരിക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ ഇസ്ലാമോഫോബിയയുടെ കാലമാണ്. മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിൽക്കുമെന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഹൈന്ദവ വികാരത്തെ അല്ലെങ്കിൽ ഹിന്ദുത്വ ചേരിയെ അവഗണിക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പറ്റാത്ത അവസ്ഥ. ഈ സാഹചര്യത്തിൽ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാൻ എന്തെങ്കിലും ചില നടപടികൾ അല്ലെങ്കിൽ അങ്ങനെ ഭൂരിപക്ഷ വർഗീയതയുടെ പ്രചാരകരായിട്ടുള്ള ചില ആളുകളെ, ചില നേതാക്കന്മാരെ നമ്മുടെ ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കാറിൽ കയറ്റിക്കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ വല്ലാതെ പരവശരായി പ്രകോപിതരായി കമ്മ്യൂണിസത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും എല്ലാം പാടെ തള്ളിപ്പറയുന്ന, അതിനെ പൈശാചികവൽക്കരിക്കുന്ന സമീപനം ശരിയാണോ എന്ന് മുസ്ലിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഇന്നിപ്പോൾ ബ്രിട്ടനിൽ മുസ്ലിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം നീങ്ങിയതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ വളരെ കൗശലപൂർവം, വളരെ അവധാനതാപൂർവം അവിടെ ജീവിച്ചതിൻ്റെയും പ്രവർത്തിച്ചതിൻ്റെയും ഫലമായി പശ്ചിമേഷ്യയിൽ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ തങ്ങൾ സൈനിക താവളം അനുവദിക്കുകയില്ല എന്ന് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങളെത്തി. അപ്പൊ അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ സംഘികളും മറ്റുമൊക്കെ പറയുന്നത് ഇപ്പോൾ ബ്രിട്ടനെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു, അത് ഇസ്ലാമിക ഭൂതമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതുപോലെ കമ്മ്യൂണിസത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഒരു ഇസ്ലാമിക ഭൂതം ഗ്രസിച്ചിരിക്കുന്നു എന്ന് വന്നാൽ ഇലക്ഷനിൽ തങ്ങൾ തോറ്റുപോകുമല്ലോ എന്നുള്ള ഒരു പേടി സ്വാഭാവികമായും ഭരണത്തിന്റെ മധുരം ആസ്വദിച്ച് ശീലിച്ച CPMനും CPIക്കും ഉണ്ടാവുകയാണെങ്കിൽ അവരെ അതിൻ്റെ പേരിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. പക്ഷേ വളരെ പ്രസ്താവ്യർഹരായ, ചരിത്രത്തിൽ അറിയപ്പെടുന്ന മതഭക്തരായ മുസ്ലിം നേതാക്കന്മാരുടെ കൂടി ചിന്താപരമായ സംഭാവനകൾ കൊണ്ടും പ്രയത്നങ്ങൾ കൊണ്ടുമാണ് ഈ ലോകത്ത് കമ്മ്യൂണിസം വളർന്നതും പന്തലിച്ചതും വ്യാപിച്ചതുമെല്ലാം. അവിടെ നമുക്ക് അനുസ്മരിക്കാവുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് അഷ്ഫാഖുല്ല ഖാൻ, കുൻവർ മുഹമ്മദ് അഷ്റഫ്, മുസഫർ അഹമ്മദ്, ഷൗക്കത്ത് ഉസ്മാനി പോലെയുള്ള നേതാക്കന്മാർ.
1917 ബോൾഷെവിക് വിപ്ലവം, അവിടെ ആ വിപ്ലവത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് അരങ്ങൊരുക്കാൻ ആ വിപ്ലവത്തിന്റെ നേതാവായിരുന്ന ലെനിൻ റഷ്യയിൽ വായ്സി മുന്നേറ്റം എന്ന പേരിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയിരുന്നു. അത് അവിടുത്തെ മുസ്ലിങ്ങളെയും കർഷകരെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇതുപോലെ ലോകത്തെവിടെയും ഇപ്പോ ഇന്തോനേഷ്യയിൽ ഹാജി മിസ്ബാക്ക് എന്ന പേരിൽ ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ നമുക്ക് കാണുവാൻ കഴിയും. എന്തിനേറെ സൗദി അറേബ്യയിൽ വളരെ സ്തുത്യർഹമായ നിലയിൽ വളരെ അന്തസ്സോടുകൂടി സാമ്രാജ്യത്വത്തിന്റെ മുന്നിൽ, ഇമ്പീരിയലിസ്റ്റ് ശക്തികളുടെ മുമ്പിൽ, ക്യാപിറ്റലിസ്റ്റ് ശക്തികളുടെ മുമ്പിൽ തങ്ങളുടെ അസ്തിത്വവും അഭിമാനവും പണയം വെക്കാതെ ഒരു ഘട്ടത്തിൽ സൗദി അറേബ്യയെ ഭരിച്ചിരുന്ന ഫൈസൽ രാജാവിന്റെ ഉപദേഷ്ടാവ് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹമാണ് സൗദി അറേബ്യയിൽ കമ്മ്യൂണിസം സ്ഥാപിച്ചത് തന്നെ. അവിടെ എത്രത്തോളം അതിനിപ്പോൾ മുന്നേറ്റമുണ്ട്, വ്യാപനമുണ്ട് എന്നുള്ളതൊക്കെ വേറൊരു കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത്, കമ്മ്യൂണിസം എന്നുള്ളതിന് അറബി ഭാഷയിൽ ഷുയൂഇയ്യ എന്നാണ് പറയുന്നത്. ഈ ഷുയൂഇയ്യ എന്നുള്ള വാക്ക് ഷാ എന്ന ഫിഅലിൽ നിന്നുണ്ടായതാണ്. അതാണ് അതിന്റെ റൂട്ട് വേർഡ്. ഷാ എന്ന് പറഞ്ഞ വ്യാപിച്ചു എന്നാണ് അതിന്റെ അർത്ഥം, പരന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതായത് സമ്പത്തിന്റെ സമതുലിതമായ വ്യാപനം സമൂഹത്തിൽ ഉണ്ടാകണം. സമ്പത്ത് ഒരു പ്രത്യേക കേന്ദ്രത്തിൽ, ഒരു പ്രത്യേക ചേരിയിൽ, ഒരു പ്രത്യേക വർഗത്തിൽ കേന്ദ്രീകരിക്കാൻ പാടില്ല. ഉൽപാദന ഉപകരണങ്ങളുടെ പൊതു ഉടമസ്ഥതയിലൂടെ സമ്പത്ത് എല്ലാവരിലുമായിട്ട് വികേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സാമ്പത്തിക വിതരണത്തിന്റെ, സാമൂഹിക സമത്വത്തിന്റെ, സാമ്പത്തിക നീതിയുടെ കാഴ്ചപ്പാടാണ് കമ്മ്യൂണിസം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസത്തിന് ഷുയൂഇയ്യ, വ്യാപന സിദ്ധാന്തം എന്നുള്ള പേര് തന്നെ വന്നത്. ഇത് ഖുർആനും മുന്നോട്ട് വെക്കുന്ന ഒരു സിദ്ധാന്തമാണ്. കൈലാ യകൂന ദൂലത്തൻ ബൈനൽ അഗ്നിയാഇ മിൻകും, സമ്പത്ത് നിങ്ങളിലെ സമ്പന്നന്മാരുടെ ഇടയിൽ മാത്രമായി കറങ്ങാതിരിക്കാൻ വേണ്ടി. കമ്മ്യൂണിസം മുന്നോട്ട് വെക്കുന്ന മാർക്സിസം ലെനിനിസം അല്ലെങ്കിൽ മാർക്സും എംഗൽസും മുന്നോട്ട് വെച്ച ആ ദർശനം, അത് ഊന്നി പറയുന്ന ആത്യന്തികമായ ലക്ഷ്യം, ആ കമ്മ്യൂണിസം എന്ന് പറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവസാനം ഭരണകൂടം കൊഴിഞ്ഞു വീഴുന്ന അവസ്ഥ, അത് ഉട്ടോപ്യനാണ്, നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു ഇസ്ലാമിന്റെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസത്തെ വർജ്യമായ, അസ്പൃശ്യമായ ഒന്നായിട്ട് കണ്ട് അകറ്റി നിർത്താൻ കഴിയില്ല. വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ തന്നെ, സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ കുറച്ച് കമ്മ്യൂണിസം ഒക്കെ പഠിച്ച ആളുകൾക്ക് അത് മനസ്സിലാവുക പോലുമുള്ളൂ. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അനുഷ്ഠാനബന്ധിതമായ ഒരു മതത്തിന്റെ, ഖുർആനിന്റെ അക്ഷര വായനയായിരിക്കും അവരിൽ ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു വരുന്നത് വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുളിഫു ഫിൽ അർളി വനജഅലഹും അഇമ്മത്തൻ വനജഅലഹുൽ വാരിസീൻ. ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് അനുഗ്രഹം ലഭ്യമാക്കണമെന്നും അവരെ നേതാക്കളും ഈ ഭൂമിയുടെ അവകാശികളുമാക്കണമെന്നാണ് നാം ഉദ്ദേശിക്കുന്നത് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഈ ഒരു ലക്ഷ്യത്തിൽ, ഈ ഒരു കാഴ്ചപ്പാടിൽ, ഈ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിൽ കമ്മ്യൂണിസ്റ്റുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് മുസ്ലിങ്ങൾക്ക് എടുക്കൽ ഏറ്റവും അനുയോജ്യമായ നിലപാട്. മുസ്ലിങ്ങൾക്ക് കരണീയമായിട്ടുള്ള ഏറ്റവും നല്ല നിലപാട് തറ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ലോകത്തിന്റെ ശാക്തിക സന്തുലനം നിലനിൽക്കുന്നതിനും സാമൂഹിക സമത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് സജീവമായി നിലനിൽക്കുവാനും ഏറെക്കുറെ എല്ലാ പോയിന്റുകളിലും അല്ലെങ്കിലും സമാനമായ ഒരു വീക്ഷണമുള്ള, ഏറെക്കുറെ സമാനമായ ഒരു വീക്ഷണമുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വാഹകർ എന്നുള്ള നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയായിരിക്കും മുസ്ലിങ്ങൾക്ക് ഏറ്റവും നല്ല സഹയാത്രികരായിരിക്കുക. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ തകർന്നതിന്റെ
അതുപോലെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുടെ ലോകശാക്തിക സന്തുലനം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിലൂടെ സംഭവിച്ചതിലൂടെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത്, ഏറ്റവും കൂടുതൽ കെടുതികൾ അനുഭവിക്കേണ്ടി വന്നത് മുസ്ലിങ്ങളാണ് എന്നുള്ളത് ഇപ്പോൾ ഈ അമേരിക്കയുടെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ആ സാമ്രാജ്യത്വ നുഖത്തിൻ കീഴിൽ ലോകം വന്നപ്പോൾ നമുക്ക് കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് എന്നുള്ളതിന്റെ പേരിൽ മാത്രം കമ്മ്യൂണിസത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും വർജ്യമായി കാണുന്ന സമീപനം ശരിയാണോ എന്ന് മുസ്ലിങ്ങൾ ആലോചിക്കണം. കമ്മ്യൂണിസം വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ അധിഷ്ഠിതമാണ്, കമ്മ്യൂണിസത്തിൽ ദൈവമില്ല എന്നൊക്കെയുള്ളതാണല്ലോ വലിയൊരു കുറ്റമായിട്ട് പറയുന്നത്. കമ്മ്യൂണിസത്തിൽ ദൈവം ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, എങ്കിൽ പ്രശ്നം കൂടുതൽ സങ്കീർണമാവുകയല്ലേ ചെയ്യുക. അപ്പോൾ പിന്നെ ചോദിക്കാൻ തുടങ്ങും, കമ്മ്യൂണിസം പറയുന്ന ദൈവം, കമ്മ്യൂണിസത്തിന്റെ അടിത്തറയായിട്ടുള്ള ദൈവം, ആ ദൈവത്തിന്റെ ശക്കൽ എന്താണ്, അതിന്റെ ദാത്ത് എങ്ങനെയാണ്, അതിന്റെ കൈഫിയത്ത് എങ്ങനെയാണ്, അതിന്റെ സൂറത്ത് എങ്ങനെയാണ്? ഇപ്പൊ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ വലിയ പ്രശ്നമാണ്. മുസ്ലിങ്ങൾ എല്ലാവരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണല്ലോ, പക്ഷെ നമ്മൾ തമ്മിലെ തർക്കമാണ്. അയിനല്ലാ, അള്ളാഹു എവിടെ എന്ന് ചോദിച്ചാൽ ആകാശത്തേക്ക് ചൂണ്ടി മറുപടി പറയുന്ന, അതായത് അള്ളാഹു ആകാശത്തിലാണ് എന്ന് മറുപടി പറയുന്നവർ മാത്രമാണ് ശരിയായ അഖീദയുള്ളവർ. അള്ളാഹു എല്ലായിടത്തുമുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ, അള്ളാഹു എവിടെ എന്ന് ചോദിച്ചപ്പോൾ, ഉമർ റളിയല്ലാഹു ചോദിച്ചപ്പോൾ ആകാശത്തേക്ക് ചൂണ്ടി ആകാശത്താണ് അള്ളാഹു എന്ന് പറഞ്ഞ ആ അടിയാത്തി പെണ്ണിന്റെ ജാരിയത്തായ ഇമ്രത്തിന്റെ വിവരം പോലും ഈമാൻ പോലും ഇല്ലാത്തവരാണ്, അഖീദയിൽ പഴച്ചവരാണ്. ഇതാണ് മുസ്ലിങ്ങളുടെ ഇടയിലുള്ള തർക്കം. അപ്പോ അള്ളാഹുവിന്റെ ദൈവത്തിന്റെ കൈഫിയത്ത് എന്താണ് എന്നുള്ളതൊക്കെ കമ്മ്യൂണിസം നിർവചിക്കേണ്ടി വന്നേൻ. ഇതിനൊന്നും കമ്മ്യൂണിസത്തിന് നേരമില്ല, മാർക്സിസത്തിന് നേരമില്ല. കാരണം അത് സംസാരിക്കുന്നത് ഈ ലോകത്ത് മതമുള്ളവരുടെയും മതമില്ലാത്തവരുടെയും നാനാജാതി മതസ്ഥരുടെയും എല്ലാവരുടെയും ഐഹിക ജീവിതം നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമാകുന്ന ഒരു വ്യവസ്ഥിതിയുടെ സാക്ഷാത്കാരത്തെ കുറിച്ചാണ്. അപ്പോൾ കമ്മ്യൂണിസത്തിൽ ദൈവമില്ല എന്നുള്ളതിന്റെ പേരിൽ വർത്തമാനകാല സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും ചരിത്രത്തെയും സാമൂഹിക വികാസത്തെയും പഠിക്കാൻ വേണ്ടിയുള്ള കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു വ്യാഖ്യാന സങ്കേതത്തെ, ആ ഒരു ശാസ്ത്രത്തെ, ആ ഒരു രീതിയെ നിരാകരിക്കുന്നതിന് എന്ത് ന്യായമാണുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഇപ്പൊ നമ്മള് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആദ്യത്തെ മനുഷ്യനെ നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ശാസ്ത്രം അങ്ങനെ പറയുന്നല്ലോ. ഡാർവിനിസം മാത്രമല്ല, ഡാർവിനിസം പരിണാമ സിദ്ധാന്തം മാത്രമല്ല, പരിണാമ സിദ്ധാന്തവും അതുപോലെ തന്നെ ഡാർവിനിസവും നിരാകരിക്കുന്ന ശാസ്ത്രമാണെങ്കിലും മനുഷ്യോൽപത്തിയെ കുറിച്ച് വിശ്വാസികളായ നമ്മൾ പറയുന്നതല്ലല്ലോ സയൻസ് പറയുന്നത്. അതിന്റെ പേരിൽ സയൻസ് നമ്മൾ വേണ്ടാന്ന് വെക്കുന്നില്ല, ഭൂമിശാസ്ത്രം വേണ്ടാന്ന് വെക്കുന്നില്ല, അല്ലെങ്കിൽ ഗോളശാസ്ത്രം, അല്ലെങ്കിൽ സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം, അതെല്ലാം തുടങ്ങുന്നത് അള്ളാഹുവിലുള്ള ഈമാനിൽ നിന്നല്ലല്ലോ. അപ്പോൾ കമ്മ്യൂണിസത്തിൽ ദൈവത്തിന് സ്ഥാനമില്ല, ദൈവത്തെക്കുറിച്ച് അതിലൊന്നും പറയുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ മാത്രം കമ്മ്യൂണിസം എങ്ങനെ അസ്പൃശ്യമാകുന്നു എന്നുള്ളത് തീർത്തും ദുർഗ്രഹമായ ഒരു കാര്യമാണ്. അപ്പോൾ ചോദിച്ചേക്കാം, അത് മാത്രമല്ലല്ലോ പ്രശ്നം, അവര് സ്വകാര്യ സ്വത്തിനെ അംഗീകരിക്കുന്നില്ലല്ലോ, പൊതു ഉടമാവകാശത്തിലാണല്ലോ അത് ഊന്നുന്നത് എന്ന്. അവിടെയും നമുക്ക് പറയാനുള്ളത്, ഇസ്ലാം അങ്ങനെ നിരുപാധികമായ സ്വകാര്യ സ്വത്ത് ഉടമാവകാശത്തെ അംഗീകരിക്കുന്നില്ല. സമ്പത്തിൽ മനുഷ്യൻ അള്ളാഹുവിന്റെ ഖലീഫയാണ്, അള്ളാഹുവിന്റെ പ്രതീതി മാത്രമാണ്. അവന് തോന്നിയതുപോലെ അവനത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അവിടെ നിയന്ത്രണങ്ങളുണ്ട്. അത് ഇസ്ലാമിന്റെ ഭാഷയിൽ ആ നിയന്ത്രണം അള്ളാഹുവിന്റെ നിയന്ത്രണമാണ്, കമ്മ്യൂണിസത്തിന്റെ ഭാഷയിൽ സ്റ്റേറ്റിന്റെ നിയന്ത്രണമാണ്. നീതിയിൽ അധിഷ്ഠിതമായ ഒരു സ്റ്റേറ്റ് സംവിധാനം എന്താണോ പറയുന്നത് അത് തന്നെയാണ് ആത്യന്തികമായി അള്ളാഹുവും പറയുന്നത്. കാരണം അത്തരം പൊതുവായ മൂല്യങ്ങൾ, വിമോചനത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, അതുപോലെ ചൂഷണ വിരുദ്ധതയുടെ, അക്രമരാഹിത്യത്തിന്റെ എല്ലാ മൂല്യങ്ങളും ദൈവപ്രോക്തം തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു യോജിപ്പിന്റെ സാധ്യതയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. അത്തരത്തിലുള്ള ചില താത്വികമായ അന്വേഷണങ്ങൾക്ക്
നമ്മുടെ യശശരീരനായ ഡോക്ടർ അസ്ഹർ അലി എഞ്ചിനീയറെ പോലെയുള്ള ചില ആളുകൾ മുൻകൈയെടുത്തിരുന്നു. പക്ഷെ അതിന് തുടർച്ചയുണ്ടായില്ല. ക്രൈസ്തവ സമൂഹത്തിൽ ബിഷപ്പ് പൗലോസിനെ പോലെയുള്ള വിമോചന ദൈവശാസ്ത്രത്തിന്റെ ആളുകൾ നടത്തിയിരുന്ന അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും സമാന്തരമായി ഇസ്ലാമിക വിമോചന ദൈവശാസ്ത്രത്തിൻ്റെതായ ഒരു പഠന പ്രക്രിയ ഒരു കാലഘട്ടത്തിൽ സജീവമായിരുന്നു. പിന്നീട് ഈ വിഭാഗീയത വന്നതോടുകൂടി ഓരോരുത്തരും അവരവരുടെ കള്ളികളിലേക്ക് ഒതുങ്ങുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇസ്ലാമിക വിമോചന ദൈവശാസ്ത്രം ഇനി വികസിപ്പിക്കപ്പെട്ടാൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ അതിന്റെ ഗുണഭോക്താക്കളാകാൻ പാടുണ്ടോ എന്നുള്ള ഒരു വേവലാതി ഇസ്ലാമിസ്റ്റുകൾക്കും, അതുപോലെ ഇസ്ലാമിസ്റ്റുകൾ അതിന്റെ ഗുണഭോക്താക്കളായി പോയെങ്കിലോ എന്നുള്ള വേവലാതി കമ്മ്യൂണിസ്റ്റുകൾക്കും ഉണ്ടായതോടുകൂടിയാണ് കമ്മ്യൂണിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും തമ്മിലുള്ള ഈ അകലം ഇത്രത്തോളം വ്യാപിച്ചത്. അതുകൊണ്ട് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരാട്ടിൻകുട്ടി പട്ടിണി കിടന്ന് ചത്താലും അതിന് ഈ ഉമർ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ സമാധാനം പറയേണ്ടി വരുമെന്ന് ചിന്തിച്ച തികഞ്ഞ സോഷ്യലിസ്റ്റായ ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ കാഴ്ചപ്പാട്, അതാണ് സോഷ്യലിസം. ആ രംഗത്ത് മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും മറ്റ് താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നിരുപാധികം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭൂമിക ഇവിടെ ഒരുങ്ങി വരുന്നതിന് ശ്രീ KT ജലീൽ എഴുതിയ മുഹമ്മദ് നബി മഹാനായ സോഷ്യലിസ്റ്റ് എന്നുള്ള പുസ്തകം, ആ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത എന്റെ ബഹുമാന്യനായ സംഘടനാ നേതാവ് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി അവരുടെ പ്രത്യേകമായി പ്രശംസിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസത്തിന്റെ വ്യാപനത്തിനും വളർച്ചയ്ക്കും വേണ്ടി മുസ്ലിങ്ങൾ വഹിച്ച പങ്ക് അതിനെ അനാവരണം ചെയ്യുന്ന ഒരു പാട്ട് അത് നിങ്ങൾക്കിപ്പോൾ കേൾക്കാം. നമ്മുടെ മാർച്ചുപ്പാപ്പയും ലെനിനിക്കാക്കയും പടുത്തുയർത്തിയ സ്ഥാപനം, നമ്മുടെ മാർച്ചുപ്പാപ്പയും ലെനിനിക്കാക്കയും പടുത്തുയർത്തിയ സ്ഥാപനം, ഇത് ഉയരുവാൻ പണ്ട് പടക്കളത്തിൽ ഷഹീദായ സഖാക്കളെ. ഇതൊരു കേവലം പാട്ട് മാത്രമല്ല, സമത്വം, സാഹോദര്യം, നീതി, സമാധാനം പോലെയുള്ള മൂല്യങ്ങൾ ഉദ്ഘോഷിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ മറ്റ് വിഭാഗീയ താല്പര്യങ്ങൾക്കപ്പുറം ഒരു മതേതര പ്രതലത്തിൽ നിന്നുകൊണ്ട് മുസ്ലിം ജനത നെഞ്ചേറ്റിയതിന്റെ നേർക്കാഴ്ചയാണ് ഇതുപോലെയുള്ള സിനിമകളും ഇതുപോലെയുള്ള പാട്ടുകളും വാമൊഴികളും വരമൊഴികളും ഒക്കെ. അതുകൊണ്ട് തന്നെ ചൂഷണത്തിൻ്റെതായ ഒരു അവസ്ഥയിൽ നിന്ന് വിമുക്തമായി ഒരു ചൂഷണരഹിതമായ ഒരു ലോകം, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരമില്ലാത്ത ഒരു ലോകം, സമത്വ സുന്ദരമായ ഒരു ലോകം, അപരന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുകയും അപരന്റെ സാന്നിധ്യം സ്വർഗീയമായി അനുഭവപ്പെടുകയും ചെയ്യുന്ന ആ ഒരു ലോകത്തെക്കുറിച്ചുള്ള ആ മനോഹരമായ കാഴ്ചപ്പാട് അത് ഇസ്ലാമും മുന്നോട്ട് വെക്കുന്നത് തന്നെയാണ്. ആ രംഗത്ത് തീർച്ചയായിട്ടും വിശ്വാസികൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും സഹകരിച്ച് പ്രവർത്തിക്കുവാൻ കഴിയും. ആനുകാലിക രാഷ്ട്രീയത്തിലെ എന്തെങ്കിലും ഒരു നിർബന്ധിതാവസ്ഥ കൊണ്ട് നമ്മുടെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് നമ്മുടെ RSSുമായി അനുരഞ്ജനത്തിലാവുകയോ ഒത്തുകളിക്കുകയോ PM ശ്രീയിൽ ഒപ്പിടാൻ പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാലികമായ നിവൃത്തികേടുകൾ കൊണ്ടുള്ള എടാകൂടങ്ങൾ കൊണ്ടുള്ള ചില ലറൂറത്തിന്റെ ഹാലില് അവരെടുത്ത സമീപനങ്ങൾ മാത്രമായി കാണുകയും കമ്മ്യൂണിസ്റ്റുകളുമായി പ്രത്യയശാസ്ത്ര നിബദ്ധമായി തന്നെ സഹകരണത്തിന്റെ വാതിലുകൾ എന്ന് എങ്ങനെ തുറക്കാം എന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്യണം. ബഹുമാനപ്പെട്ട മുക്കം ഫൈസി CPMന്റെ സ്റ്റേജിൽ മഗ്രിബ് നമസ്കരിച്ചത് അത് മഗ്രിബ് ആയിരുന്നില്ല നമസ്കരിക്കേണ്ടിയിരുന്നത്, ഫജ്ർ പ്രഭാത നിസ്കാരം തന്നെയാണ് നമസ്കരിക്കേണ്ടിയിരുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സമസ്ത മുക്കം ഫൈസിയൊക്കെ തുടർന്നിട്ടുള്ളത്, അതുപോലെ നമ്മുടെ ഒരു ഹംസ TK ഹംസ അല്ലാത്ത വേറെ ഹംസ ഉണ്ടല്ലോ, സമസ്തയുടെ ഒരു പ്രവർത്തകൻ, അവരൊക്കെ തുറന്നിട്ടിട്ടുള്ളത് വലിയൊരു പ്രഭാതത്തിന്റെ കവാടമാണ്. പ്രഭാതം അകലെയല്ല. കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിങ്ങളും യോജിച്ച് ഫാസിസത്തിനും സാമ്രാജ്യത്വത്തിനും മുതലാളിത്തത്തിനും ചൂഷണങ്ങൾക്കും എതിരായി പോരാടുന്ന ആ ഒരു നല്ല നാളെയുടെ ആഗമനം വേഗം സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.
ജയ് ഹിന്ദ്, ലാൽ സലാം, അസ്സലാമു അലൈക്കും.